ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് BJP നേതാവ് ശ്രീ കുമ്മനം രാജശേഖരനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ കുമ്മനം രാജശേഖരൻ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ശ്രീ കുമ്മനം രാജശേഖരൻ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ അറസ്റ്റ് നടന്ന ദിവസമാണ്. നോക്കൂ, ഈ ഭഗവാനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഭഗവാനെ മുച്ചൂടും മുടിക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ മുച്ചൂടും കട്ടുകൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ ഇവിടുത്തെ വിശ്വാസി സമൂഹം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആശങ്കയോടെ നോക്കിക്കാണുന്നതാണ്. അപ്പോൾ ഈ സംഭവ വികാസങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലെ അറസ്റ്റ്, തന്ത്രി പോലും 13ാമത്തെ പ്രതിയായി വന്നിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങളൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശബരിമല പോലെ കോടിക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ സർവസ്വമായി കരുതുന്ന ഒരു തീർത്ഥാടന ആധ്യാത്മിക കേന്ദ്രത്തിൽ അതിൻ്റെ മുഖ്യ ആചാര്യനെ, തന്ത്രി മുഖ്യനെ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനാജനകമായ ഒരു കാര്യമാണ്. അവർ വ്രണിത ഹൃദയരാണ്. അതിൻ്റെ ശരിയും തെറ്റും കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്നതുകൊണ്ട് അവിടെ അത് വിചാരണ ചെയ്യപ്പെടട്ടെ. അത് നിയമമാണ്, നിയമത്തിൻ്റെ വഴിയാണ്. അതതിൻ്റെ വഴിക്ക് തന്നെ പോവുകയും വേണം. അക്കാര്യത്തിലൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. പക്ഷേ കേസിനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾ ഏതാണ്ട് സെപ്റ്റംബറിൽ തുടങ്ങിയ കേസ് അന്വേഷണമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത് ജനുവരിയാണ്. പക്ഷേ നിരവധി ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരിലേക്കും അന്വേഷണം പോകാതെ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൽ യാതൊരു വിധത്തിലുള്ള ജാഗ്രതയോ ഉത്സാഹമോ കാണിക്കാതെ ഇത്തരത്തിൽ ഒരു തന്ത്രിമുഖ്യനെ ജയിലിൽ ആക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള ചേതോവികാരം ചോദ്യം ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. കേസ് ആയി ബന്ധമുള്ള ആരും അറസ്റ്റിലാവണം, അല്ലെങ്കിൽ അവരെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അത് SITയുടെ ചുമതലയാണ്. അതിൽ പക്ഷാഭേദം പാടില്ല. ഇവിടെ വളരെ വ്യക്തമാണ് ഈ തീരുമാനം. അതായത് കട്ടിടപ്പാളിയും ദ്വാരപാലക വിഗ്രഹത്തിൽ ഉള്ള സ്വർണ്ണപ്പാളിയും ഒക്കെ വേണ്ട വിധത്തിൽ അതൊക്കെ മാറ്റി അതൊക്കെ ചെമ്പാണ് എന്ന് രേഖാമൂലം മിനിറ്റ്സിൽ എഴുതി ചേർത്ത് ഒപ്പുവെച്ച ആൾ പുറത്തും, ആ തരത്തിൽ ഒരു തീരുമാനത്തിൽ ഒപ്പിടാത്ത ആൾ അകത്തും അല്ലെങ്കിൽ ജയിലിനുള്ളിലും ആകുമ്പോൾ ഉണ്ടാകുന്ന മനോവ്യഥ അത് ഭക്തജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഞാൻ ഈ കേസിൽ തന്ത്രി പൂർണ്ണമായിട്ടും നിരപരാധിയാണെന്ന് വിധി എഴുതാൻ ആളല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അത് നിഷ്പക്ഷമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. അതിൻ്റെ വിശ്വാസ്യത ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള വിപുലമായ, വ്യാപകമായ രീതിയിലുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം. ശ്രീ കുമ്മനം രാജശേഖരൻ, അങ്ങനെ ഇപ്പം ഈ മകരവിളക്കിന് ഇനിയിപ്പം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശബരിമലയിൽ. തന്ത്രി ജയിലിലാണ് ആഭരണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ അറസ്റ്റ് തന്ത്രിയിൽ ഒതുക്കാനാണ്, അല്ലെങ്കിൽ ഒതുക്കാൻ നീക്കം നടത്തുന്നു, അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനമാണോ BJPയുടേത്? അല്ല, നമുക്കറിയത്തില്ലല്ലോ. കാരണം പലരും പുറത്ത് നിൽക്കില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ തീരുമാനം, അതായത് ഇത് ചെമ്പാണ് എന്ന് എഴുതി വെച്ച, മിനിറ്റ്സിൽ എഴുതി ഒപ്പിട്ട ദേവസ്വം ബോർഡ് മെമ്പർ, അവരല്ലേ ഭരണാധികാരികൾ, തന്ത്രി ഭരണാധികാരി അല്ലല്ലോ. ആ ഭരണാധികാരി പുറത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ജയിലഴിയിൽ ആക്കാൻ കഴിഞ്ഞിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ തീരുമാനത്തിലൊന്നും പങ്കുകൊള്ളാത്ത, ആചാരവുമായി മാത്രം ബന്ധമുള്ള ഒരു തന്ത്രിമുഖ്യനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ തെറ്റുണ്ടോ ആരോപിക്കുന്ന കാര്യത്തിൽ ശരിയും തെറ്റും പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും കോടതിയാണ്. ഞാനത് കോടതിക്ക് വിടുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ തീരുമാനത്തിൽ ഒപ്പുവെച്ച ശങ്കർദാസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവ്
അതുപോലെ തന്നെ ആ തീരുമാനത്തിൽ എടുക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇവരെല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല? അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിരവധി ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ട്. ഒന്നാമത്തെ പ്രതിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. അവരോടൊപ്പം എടുത്ത ഫോട്ടോ അവർ പങ്കുവെച്ച് അത് പങ്കെടുത്തതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കുമ്പോൾ അന്വേഷണം ആ ഗതിക്കൊന്നും പോകാതെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ പൂജ ചെയ്യുന്ന താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന തന്ത്രിമുഖ്യനിലേക്ക് അത് തിരിയുന്നു എന്ന് പറയുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് ആർക്കും മനസ്സിലാവും. ശ്രീ കുമ്മനം രാജശേഖരൻ, ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്ത്രിയുടെ അറസ്റ്റിന് മുന്നേ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ എ പത്മകുമാറിൻ്റെ. ഈ എ പത്മകുമാറിൻ്റെ മൊഴിയിലടക്കം ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ദൈവതുല്യനായി കാണുന്ന, അത് ഈ ദൈവതുല്യൻ ആരാണ് നമുക്കറിയില്ല, പക്ഷേ എങ്കിലും ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് വന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ അതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മൾ ദൈവതുല്യരായി കണ്ടിരുന്ന പലരും ഈ കേസിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ പറയുന്ന അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അതായത് വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇത് ഒരുപക്ഷെ തന്ത്രിയിലേക്ക് എത്തുമെന്ന്, അത് ഒടുവിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഈ പത്മകുമാറിൻ്റെ മൊഴിയൊക്കെ വന്നു, SITയുടെ 3-4 ഇടക്കാല റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചു. ഈ കേസ് അന്വേഷണത്തിൻ്റെ പോക്ക് ഏതാണ്ട് ഈ രീതിയിലാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് പ്രധാനപ്പെട്ട ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ഈ മുഖ്യധാര പത്രമാധ്യമങ്ങൾ ഒക്കെയും ഈ വാർത്ത ചർച്ച ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ചു എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ അങ്ങ് തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്ന്. അപ്പോൾ SITയെ പൂർണ്ണതോതിൽ BJPക്ക് വിശ്വാസമില്ലേ? അല്ലേ, SITയുടെ കാര്യമാണല്ലോ ഞാനീ പറയുന്നത്. SIT പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. എന്തുകൊണ്ട് തന്ത്രിയെ പിടികൂടുവാൻ കാണിക്കുന്ന ഉത്സാഹം, എന്തുകൊണ്ട് അന്ന് ഈ തീരുമാനം ഒക്കെ എടുത്ത് അതിൽ ഒപ്പുവെച്ച ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രതി അദ്ദേഹത്തെ പിടികൂടുന്നില്ല? ശങ്കരദാസിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് വിളിച്ചു വരുത്തി ഈ കാണിച്ചതുപോലെ, തന്ത്രിമുഖ്യനോട് കാണിച്ചതുപോലെ ഉള്ള ഒരു സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അത് SITയുടെ മേലുള്ള ആരോപണം തന്നെയാണ്. പല പ്രമുഖരെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ, പ്രമുഖരായിട്ടുള്ളവരെ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തുന്നു ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം ഇവരുടെ അറസ്റ്റിന് ശേഷം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് സമയം നീട്ടി നൽകുകയും SIT നല്ല രീതിയിൽ അന്വേഷണം പോകുന്നുണ്ടെന്നും SIT ആരും തടസ്സപ്പെടുത്തേണ്ടതില്ലെന്നുമുള്ള കോടതി പരാമർശം കൂടി വന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ, അല്ല, SITയുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. അന്വേഷണം പൂർത്തിയായി എല്ലാം വെച്ച് ചാർജ് ഷീറ്റിലേക്കോ അല്ലെങ്കിൽ കടന്നിട്ടില്ലല്ലോ. അന്വേഷണം പൂർത്തിയായതിനു ശേഷം ആണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നാളിതുവരെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തു, ഇനിയും നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായി? പ്രമുഖരായിട്ടുള്ള ആളുകൾ എന്താണ് നിങ്ങൾ ഇതുവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ ഒരു അസംതൃപ്തിയുടെ ഒരു അംശമുണ്ട്. നമുക്കും ബോധ്യപ്പെടുമല്ലോ ആണല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു ദേവസ്വം ബോർഡാണ് കുറ്റക്കാർ. ദേവസ്വം ബോർഡെന്ന് പറയുന്ന ഒരാളല്ല. ദേവസ്വം ബോർഡെന്ന് പറയുന്ന 3 പേര് കൂടുമ്പോഴേ ദേവസ്വം ബോർഡാവുള്ളൂ. ആ ദേവസ്വം ബോർഡാണ് കുറ്റം ചെയ്തു എന്ന് SIT പറയുന്നത്. അങ്ങനെ ഒരു വശത്ത് ദേവസ്വം ബോർഡ് കുറ്റക്കാരാണ്, അതുപോലെ തന്നെ പ്രതിസ്ഥാനത്ത് അവരെ ചേർക്കുകയും ചെയ്തു. പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുള്ള പ്രതിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതേവരെ പ്രതിസ്ഥാനത്ത് ഇല്ലാതിരുന്ന ഒരാളിനെ 13ാമത്തെ പ്രതിയെ പോയി അറസ്റ്റ് ചെയ്യുന്നു. അതിന് മുമ്പുള്ള പ്രതികളെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഒരു സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ചോദ്യമാണ്. അതിന് ഉത്തരം എന്തുകൊണ്ട് SIT കൊടുക്കുന്നില്ല? അപ്പോൾ അതിലേക്ക് വരട്ടെ. ഞാൻ പറയും, ദേവസ്വം മന്ത്രിക്ക് ഇതിൽ പങ്കില്ലേ? ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണം, ദേവസ്വം ബോർഡിൻ്റെ ഭരണം നിർവഹിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ദേവസ്വം മന്ത്രിയാണ്.
ഇപ്പോൾ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഒരു പങ്കുമില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ, ഇപ്പം അങ്ങ് റിമാൻഡ് റിപ്പോർട്ടൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അത് അങ്ങും വ്യക്തമായി കേട്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം അതിനനുസരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്നാണ്. താന്ത്രിക വിധിപ്രകാരമല്ല സ്വർണ്ണപ്പാളികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് പോലും തന്ത്രിയാണ് തുടങ്ങിയ ഈ പരാമർശങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അപ്പൊ തന്ത്രിക്ക് ഒന്നും അറിവില്ല എന്ന് പറയുന്നത് കാര്യമല്ലല്ലോ. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയായിട്ടും ബന്ധമുണ്ട്, സോണിയാഗാന്ധിയുമായിട്ട് ബന്ധമുണ്ട്, സോണിയാഗാന്ധിയും കണ്ടിട്ടുണ്ട്, അടൂർ പ്രകാശുമായിട്ടും ബന്ധമുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എത്രയോ ആളുകൾക്ക് ബന്ധമുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് SIT അന്വേഷിച്ചോ? അതും പറയണമല്ലോ. ഈ തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ എന്താ പറയുക, തന്ത്രിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. ഞാൻ അതിലേക്കല്ല, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ ശരിയും തെറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം അത് കോടതിയുടെ മുമ്പിലിരിക്കുന്നൊരു വിഷയമാണ്. ശരി, കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമാണെങ്കിലും അഭിപ്രായം എനിക്കുമുണ്ട്. കാരണം അനുജ്ഞ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ആചാരപരമായ ഒരു കാര്യത്തിൽ മാത്രമേ തന്ത്രിക്ക് ബന്ധമുള്ളൂ. അനുജ്ഞ വാങ്ങി ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട അദ്ദേഹമാണ്. അത് ഒരു സ്വകാര്യമായ ഒരു CEO-ൽ ദേവനുമായി തന്ത്രി ചെയ്യുന്ന ഒരു ഇടപാട് മാത്രമാണ്, ഒരാചാരമാണ്. ആ ആചാരം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം കോടതി തെളിയിക്കട്ടെ. അതിന്റെ തെളിവുകളുണ്ട്. ഈ അനുജ്ഞ നൽകിയതിനുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. അനുജ്ഞ നൽകിയതായുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് SIT. അനുജ്ഞ വാങ്ങിയിട്ടില്ലെന്നല്ലേ പറയാം. അല്ല, തന്ത്രി അനുജ്ഞ നൽകിയിരുന്നു എന്നാണ്. അല്ലല്ല, അനുജ്ഞ എന്ന് പറയുന്നത് ദേവൻ്റെ ഭാഗത്തു നിന്ന് ദേവൻ്റെ അനുവാദം വാങ്ങുക എന്നുള്ളതാണ്. അനുജ്ഞ വാങ്ങിയിട്ടില്ലെന്നല്ലേ പറയുന്നു. ഈ തന്ത്രി ഇതേപോലെ ദേവനുമായി അത് സംസാരിക്കുന്നു, ഇക്കാര്യങ്ങൾ പറയുന്നു എന്നാണല്ലോ സങ്കല്പം. അപ്പം അതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെയും എഴുതി നൽകിയിട്ടുണ്ട്, രേഖാമൂലം ഇവയൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് എടുത്തുകൊണ്ട് ആ സാധന സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ അല്ലെങ്കിൽ തീരുമാനത്തിൽ ഒപ്പുവെച്ചവർ ഇന്ന് ജയിലിന് പുറത്താണ്. അതിൽ ഒപ്പുവെക്കാത്തയാൾ ജയിലിലുമാണ്. എൻ്റെ ചോദ്യം ഈ പരസ്പര വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു കേസാണ്. കേസിൻ്റെ വഴിക്ക് നടന്നോട്ടെ, അത് നടന്നോട്ടെ. പക്ഷേ ഈ കേസിൽ ഒത്തിരി പറഞ്ഞോളൂ. അല്ല, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസിന് വളരെ വിപുലമായ മാനങ്ങളുണ്ട്. വളരെ വലിയ ഡൈമെൻഷനുള്ളൊരു കേസാണ്. ഇതിൻ്റെ അകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധങ്ങൾ, തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? അല്ലല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമായിട്ട് ബന്ധമുള്ള എല്ലാവരെക്കുറിച്ചും ചിന്തിക്കണം. അദ്ദേഹമായിട്ട് പണമിടപാടുകൾ നടത്തിയവരുണ്ടാകാം, രാഷ്ട്രീയ ബന്ധങ്ങൾ വെച്ച് പുലർത്തിയവരുണ്ട്, വേറെ സുഹൃത്ത് ബന്ധങ്ങൾ വെച്ച് പുലർത്തിയവരുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആ ബന്ധങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത് എന്നറിയണം. എന്തിന് ഡൽഹിയിൽ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ തന്ത്രി പറഞ്ഞതുപോലെ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെ ഇടപെട്ടതിന് കൃത്യമായ തെളിവുകളും രേഖകളൊക്കെ ഉണ്ട്. ഈ കട്ടിളപ്പാളികൾ അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അതൊക്കെ കൊണ്ടുപോകാനുള്ള ഈ കൂടിക്കാഴ്ചകളും ഇവർ കൊടുത്ത മൊഴികളും ഇവരുടെ തെളിവുകളും ചർച്ചകളും മൊബൈൽ ഫോൺ വിശദാംശങ്ങളും അടക്കമുള്ള ഒരു കീനായി ഒബ്സർവ് ചെയ്ത തെളിവുകൾ അടക്കമാണ് SIT ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതും ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. അപ്പം BJPയുടെ നിലപാട്, അങ്ങയുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ശ്രീ കുമ്മനം രാജശേഖരൻ, അങ്ങേ എല്ലാ ദിവസവും നമ്മുടെ വേദിയിലേക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ മറ്റ് വിഷയങ്ങൾ കൂടി വേഗം ഒന്ന് ചോദിക്കാൻ. ഇപ്പം തിരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണല്ലോ കേരളം. BJP എന്താണ് BJPയുടെ പ്രതീക്ഷ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ? ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കും. കേരള രാഷ്ട്രീയത്തിലൊരു വഴിത്തിരിവായിരിക്കും. LDFനും UDFനുമെതിരെ ജനങ്ങൾക്കുള്ള രോഷം, അവരുടെ ഉത്കണ്ഠ, ഭയാശങ്കകൾ, പ്രതിഷേധം, ദുഃഖം, വേദന, അതെല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. രണ്ടും കണ്ടും മടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ. LDFും വേണ്ട UDFും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. കേരളം നന്നാവണം, വികസനം വേണം. ഒരു വികസിത കേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം ഈ കേരളവും നമ്പർ 1 ആവണം. ഈ ഇവിടുത്തെ കാർഷിക, വാണിജ്യ, വ്യാപാര, വിദ്യാഭ്യാസ രംഗങ്ങളിൽ, ആരോഗ്യ രംഗത്ത് ഒക്കെ വൻ കുതിപ്പുണ്ടാകണം. ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് പണി കിട്ടാതെ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന അവസ്ഥ, ഒഴുക്ക് തടയണം.
ഇവിടെ പണിയുണ്ടാകണം, ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടുത്തെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാകണം, ഇവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അങ്ങനെ കേരളത്തിൽ ഇനി അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ, കേരളത്തിൽ വികസനമുണ്ടാകാൻ സാധിക്കണം. 67-68 വർഷക്കാലമായി കേരളം ഭരിക്കുന്നവർക്ക് അത് സാധിച്ചിട്ടില്ല. കേരളത്തിൽ ഇന്ന് 5.5 ലക്ഷം കോടി രൂപയുടെ കടമായി. ഓരോ പൗരനും 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ കടമാണ്. ആ നിലയിലേക്ക് ആക്കിയവരെ ശിക്ഷിക്കേണ്ട സമയമാണ് ഈ തെരഞ്ഞെടുപ്പ്, അതിനുള്ള അവസരമാണ്. ഓക്കെ, ശ്രീ കുമ്മനം രാജശേഖരൻ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം ഈ മാറാട് കലാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള CM-ന്റെ പ്രതികരണം അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മാറാട് കലാപത്തിൽ ഒരു ഭാഗത്ത് ആരോപണ വിധേയരായ അന്നുണ്ടായിരുന്നത് ഹിന്ദു ഐക്യവേദിയാണ്, അങ്ങ് അതിൻ്റെ നേതാവുമായിരുന്നു അന്ന്. ഇപ്പോൾ 2 പതിറ്റാണ്ടിനു ശേഷം മുഖ്യമന്ത്രി AK ബാലനുമൊക്കെ വീണ്ടും ഈ മാറാട് ചർച്ച ചെയ്യുന്നത് എന്തിനാകും ശ്രീ കുമ്മനം രാജശേഖരൻ? ഈ മാറാട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ്. അതായത് ഹിന്ദു മനസ്സിനെ സ്വാധീനിക്കാൻ എന്തുണ്ട് വഴി എന്നവരാലോചിച്ചപ്പോൾ അടുത്ത UDF-ന് ഭരണം കിട്ടിയാൽ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അതുകൊണ്ട് മാറാടുകൾ ഇനി ഉണ്ടാകും. ഇതാരോടാണ് ഇവർ പറയുന്നത്? ഈ നാട്ടിലെ ഹിന്ദുക്കളോടാണ്. പക്ഷേ LDF ഭരണം കിട്ടിയാൽ, LDF-ന് ഭരണം കിട്ടിയാൽ SDP ആയിരിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഈ 2 ഭരണവും കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത ഈ കേരളത്തിലുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ആരാണ്? ഈ LDF-ഉം UDF-ൻ്റെയും ഭരണകാലമല്ലേ. ഈ ശബരിമലയും ഗുരുവായൂരും ഒക്കെ കൈയടക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് മതസ്വാതന്ത്ര്യമുണ്ടോ? അവരുടെ സ്വന്തം ആരാധനാലയങ്ങളിൽ പണം അർപ്പിക്കുന്ന, വഴിപാട് നടത്തുന്ന, അവിടുത്തെ ഓരോ കാണിക്കവഞ്ചിയിൽ പണമിടുന്ന ഭക്തന്മാർക്ക് ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ എന്തുകൊണ്ട് പങ്കാളിത്തമില്ല? മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അതുണ്ട്. ഈ സ്വാതന്ത്ര്യം കിട്ടാത്ത ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹം അവർ ഉറക്കെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്കറിയാം ഹിന്ദു വിരുദ്ധരാരാണ്. ഹിന്ദുക്കൾ സാമ്പത്തികമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തകർന്നു പോയതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഈ കേരളം ഭരിച്ചവരാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കുണ്ട്. തീർച്ചയായും അവർ ഈ പറയുന്ന AK ബാലൻ്റെയും മുഖ്യമന്ത്രിയുടെയും ജൽപ്പനങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. തീർച്ചയായും ഇത് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു അടവ് മാത്രമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രീ കുമ്മനം രാജശേഖരൻ, വളരെയധികം നന്ദി. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി.